നമസ്കാരം. എല്ലാവർക്കും കേഡറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കേഡറ്റ് കാറ്റഗറി 2ന്റെ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്രമല്ല ആ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സിന്റെയും മലയാളം എക്സ്പ്ലനേഷനും ഈ വീഡിയോയിലുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ 1ൽ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, അതായത് ഇവിടെ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുക പോയട്രി, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഗ്രാമർ, ലാംഗ്വേജ് സ്ട്രക്ചർ, വൊക്കാബുലറി. ഈ സെക്ഷനിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 15 ക്വസ്റ്റ്യൻസും നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക, പഠിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ സെക്ഷൻ 1ൽ ഫസ്റ്റ് വൺ റീഡിംഗ് കോംപ്രഹെൻഷൻ. ഇവിടെ ഒരു പോയമാണ് നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നത്. ഈ പോയം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. നിങ്ങളത് ഫുള്ളായിട്ട് വായിച്ച് നോക്കിയിട്ട് ആൻസേഴ്സ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് poetic device is used in the line its leaves like emeralds in the fading light? സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോയിറ്റിക് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോയിറ്റിക് ഡിവൈസുകൾ പലതുണ്ട്. മെറ്റഫർ, സിമിലി, പേഴ്സണിഫിക്കേഷൻ, ഹൈപ്പർബോളെ, ഇങ്ങനെ ഒരുപാടുണ്ട്. അതിൽ ഏതാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലൈൻ ഇതാണ്: ആ മരത്തിന്റെ ഇലകൾ മരതകം പോലെ തിളങ്ങുന്നു എന്നാണ് ലൈൻ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പോയിറ്റിക് ഡിവൈസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ മെറ്റഫർ, ഓപ്ഷൻ ബി സിമിലി, ഓപ്ഷൻ സി പേഴ്സണിഫിക്കേഷൻ, ഓപ്ഷൻ ഡി ഹൈപ്പർബോളെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സിമിലി. ഇവിടെ ലൈക്ക് എന്ന വാക്ക് ഉപയോഗിച്ച് ഇലകളെ മരതകത്തോട്, എമറാൾഡിനോട് നേരിട്ട് ഉപമിച്ചിരിക്കുന്നു. ഇതൊരു സിമിലി, ഉപമയാണ്. സോ ദ വേർഡ് like is used to compare the leaves to emeralds. അതുകൊണ്ട് ഇത് സിമിലിയാണ്. എന്താ? ഉപമ എന്നാണ് ഇവിടെ പറയുക. ക്വസ്റ്റ്യൻ നമ്പർ 2. In the poem, the old oak tree is metaphorically described as dash. ഈ ഒരു കവിതയിൽ ആ ഓൾഡ് ഓക്ക് ട്രീയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഹൗളിംഗ് വിൻഡ്, ഓപ്ഷൻ ബി a dark sky, option C a silent guardian, option D a solemn ledge. Correct answer is option C. കാടിന്റെ അതിർത്തിയിലെ നിശബ്ദനായ കാവൽക്കാരൻ, a silent guardian. ഓപ്ഷൻ സി a silent guardian എന്നാണ് ഈ ഓക്ക് ട്രീയെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. This poem explicitly calls the tree a silent guardian of the forest edge, personifying it as a protector. ആ കാടിന്റെ കാവൽക്കാരനായിട്ടാണ് ഈ ഓക്ക് ട്രീയെ അവിടെ കാണിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഡസ് ദ വേർഡ് solemn most closely mean in the context of the poem? ഈ പോയത്തിന്റെ കണ്ടക്സ്റ്റ് അനുസരിച്ച് നോക്കുമ്പോൾ solemn എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ എ cheerful, ഓപ്ഷൻ ബി serious and dignified, option C angry, option D vibrant. The right answer is option B. ഈ കവിതയുടെ പശ്ചാത്തലത്തിൽ സോളം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗൗരവമുള്ളതും ഗാംഭീര്യമുള്ളതുമായ, ദാറ്റ് മീൻസ് സീരിയസ് ആൻഡ് ഡിഗ്നിഫൈഡ്. ഓപ്ഷൻ ബി സീരിയസ് ആൻഡ് ഡിഗ്നിഫൈഡ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. In the context of an ancient quiet environment, solemn refers to something serious, dignified, majestic. അപ്പോൾ ആൻസർ ബി ആണ്. Question number 4. The phrase time has carved deep rivers in its wooden bark is a figurative way of saying dash. ഈ ചോദ്യം ഇതാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു ഫ്രേസ് ടൈം ഹാസ് carved deep rivers in its wooden bark, ഇവിടെ എന്താണ് കവി ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ദ ട്രീ ഈസ് ഗ്രോയിങ് നിയർ എ റിവർ, ഓപ്ഷൻ ബി ദ ട്രീസ് ബാർക്ക് ഈസ് ഡീപ്ലി wrinkled ആൻഡ് ഏജ്ഡ്, ഓപ്ഷൻ സി വാട്ടർ ഈസ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ ട്രീ, ഓപ്ഷൻ ഡി ദ ട്രീ ഹാസ് ബീൻ സ്ട്രക്ക് ബൈ lightning. The right answer is option B. The tree's bark is deeply wrinkled and aged. കാലക്രമേണ മരത്തിന്റെ തൊലിയിലുണ്ടായ ആഴത്തിലുള്ള ചുളിവുകളെയും
വിള്ളലുകളെയുമാണ് ഡീപ്പ് റിവേഴ്സ് എന്ന രൂപകത്തിലൂടെ അല്ലെങ്കിൽ മെറ്റഫോറിലൂടെ അർത്ഥമാക്കുന്നത്. സോ ഇത് ആ ട്രീയുടെ അല്ലെങ്കിൽ ആ ഒരു മരത്തിൻ്റെ ഏജിനെയും അന്നത്തെ ജീവിച്ച ഓരോ കാര്യങ്ങളെയും ഉദ്ദേശിക്കുന്നതാണ്. സോ ഡീപ്പ് റിവേഴ്സ് എന്ന രൂപകത്തിലൂടെ അർത്ഥമാക്കുന്നത് ആ മരത്തിൻ്റെ തൊലിയിലുണ്ടായ ആഴത്തിലുള്ള ചുളിവുകളെയും വിള്ളലുകളെയുമാണ്. അതായത് മരത്തിൻ്റെ പ്രായത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ടെൻസ് ഫോം. ഇവിടെ ടെൻസ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ബൈ ദ ടൈം ദ ഹെഡ് മാസ്റ്റർ അറൈവ്ഡ് അറ്റ് ദ ഹോൾ ദ സ്റ്റുഡൻസ് ഡാഷ് ദെയർ അസൈൻമെന്റ്സ്. അതായത് ഹെഡ് മാസ്റ്റർ വന്നപ്പോഴത്തേക്കും കുട്ടികൾ എന്ത് ചെയ്തിരുന്നു? അവരുടെ അസൈൻമെന്റ്സ് പൂർത്തിയാക്കിയിരിക്കാം എന്നായിരിക്കാം ഇവിടെ പറയുന്നത്. ഓപ്ഷൻ എ കംപ്ലീറ്റഡ്, ഓപ്ഷൻ ബി കംപ്ലീറ്റ്, ഓപ്ഷൻ സി ഹാവ് കംപ്ലീറ്റഡ്, ഓപ്ഷൻ ഡി ഹാഡ് കംപ്ലീറ്റഡ്. The right answer is option D, had completed. When two actions happen in the past, the earlier action uses the past perfect tense. ഭൂതകാലത്തിൽ നടന്ന രണ്ട് കാര്യങ്ങളിൽ ആദ്യം നടന്നതിനെ സൂചിപ്പിക്കാൻ എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അതായത് ഹാഡ് പ്ലസ് അവിടുത്തെ വെർബിൻ്റെ V3 ഫോം ഇതാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഹാഡ് കംപ്ലീറ്റഡ്. അതായത് ആദ്യം നടന്നത് എന്തായിരുന്നു? കുട്ടികൾ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ആദ്യം നടന്ന സംഭവം. അതുകൊണ്ട് അവിടെ ഹാഡ് പ്ലസ് കംപ്ലീറ്റിന്റെ V3 ഫോം കംപ്ലീറ്റഡ് യൂസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾസ് ഓർ ഡിറ്റർമിനേഴ്സ്. ഇവിടെ ആർട്ടിക്കിൾസും ഡിറ്റർമിനേഴ്സുമാണ് നമുക്ക് നോക്കേണ്ടത്. രണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ചോദ്യം ഇതാണ്: മിസ്റ്റർ മേനോൻ ഈസ് ഡാഷ് ഓണറബിൾ മാൻ ഹു ബിലീവ്സ് ഇൻ ദ വാല്യൂ ഓഫ് ഡാഷ് ഹാർഡ് വർക്ക്. ഓപ്ഷൻ എ ദി, ഓപ്ഷൻ ബി ആൻഡ് നോ ആർട്ടിക്കിൾ, ഓപ്ഷൻ സി ദി എ, ഓപ്ഷൻ ഡി ആൻഡ് ദി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇവിടെ ആൻഡ് മാത്രമാണ് ഉള്ളത്. ബിക്കോസ് ഓണറബിൾ എന്നതിലെ എച്ച് സൈലന്റ് ആണ്. മാത്രമല്ല അവിടെ ഓവൽ സൗണ്ട് ഓ വരുന്നത് കൊണ്ട് ആൻ ഉപയോഗിക്കുന്നു. ദെൻ ഹാർഡ് വർക്ക് എണ്ണാൻ കഴിയാത്ത നാമമാണ് അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺ ആണ്. അവിടെ ആർട്ടിക്കിൾ ആവശ്യമില്ല. ഹാർഡ് വർക്ക് അവിടെ ഹാർഡ് വർക്കായിട്ട് തന്നെ നിൽക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് പ്രിപ്പോസിഷൻസ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഈ സെന്റൻസിൽ രണ്ട് പ്രിപ്പോസിഷൻസ് വരും. അത് രണ്ടും കറക്റ്റായി കണ്ടുപിടിച്ച് പൂർത്തിയാക്കുക. ദ കമ്മിറ്റി ഹാസ് അഗ്രീഡ് ഡാഷ് ദ ന്യൂ സിലബസ് ചേഞ്ചസ് പ്രൊപ്പോസ്ഡ് ഡാഷ് ദ എഡ്യൂക്കേഷൻ ബോർഡ്. ഓപ്ഷൻ എ വിത്ത്, ബൈ, ഓപ്ഷൻ ബി ടു, ബൈ, ഓപ്ഷൻ സി ഓൺ, ഫ്രം, ഓപ്ഷൻ ഡി ഫോർ, ടു. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ടു, ബൈ. അപ്പം സെൻറ്റൻസ് ഇങ്ങനെ വായിക്കാം: ദ കമ്മിറ്റി ഹാസ് അഗ്രീഡ് ടു ദ ന്യൂ സിലബസ് ചേഞ്ചസ് പ്രൊപ്പോസ്ഡ് ബൈ ദ എഡ്യൂക്കേഷൻ ബോർഡ്. ഒരു നിർദ്ദേശത്തോട് അല്ലെങ്കിൽ ആശയത്തോട് യോജിക്കുന്നതിനെ സൂചിപ്പിക്കാൻ എപ്പോഴും അഗ്രി ടു എന്നാണ് പറയുക. ഇത് ആരെങ്കിലും പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊപ്പോസ്ഡ് ബൈ എന്നും ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ലിങ്കർ ഓർ കണക്റ്റീവ് ഫോർ ദ ക്ലോസ്. ഈ ക്ലോസിന് അപ്രോപ്രിയേറ്റ് ഉള്ള ഒരു കണക്റ്റീവ് അല്ലെങ്കിൽ ലിങ്കർ സെലക്ട് ചെയ്യുക. ഷീ വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിബേറ്റ് കോമ്പറ്റീഷൻ ഡാഷ് ഷീ ഈസ് ഗീവൺ സഫിഷ്യൻറ്റ് ടൈം ടു പ്രിപ്പയർ. സോ ഇവിടുത്തെ ഓപ്ഷൻസിലാണ്: ഓപ്ഷൻ എ ദെയർഫോർ, ഓപ്ഷൻ ബി ബിക്കോസ്, ഓപ്ഷൻ സി അൺലെസ്, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി സോ ദാറ്റ്. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അൺലെസ്. ഷീ വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിബേറ്റ് കോമ്പറ്റീഷൻ അൺലെസ് ഷീ ഈസ് ഗീവൺ സഫിഷ്യൻറ്റ് ടൈം ടു പ്രിപ്പയർ. അതായത് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ആവശ്യമായ സമയം കൊടുത്തില്ലെങ്കിൽ അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അൺലെസ് എന്നാൽ അല്ലെങ്കിൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നാണ് അർത്ഥം. ആവശ്യത്തിന് സമയം നൽകിയില്ലെങ്കിൽ അവൾ പങ്കെടുക്കില്ല എന്ന നിബന്ധനയാണ് ഇവിടെ പറയുക. അതായത് ഇവിടെ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അൺലെസ് മീൻസ് ഇഫ് നോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9. ചൂസ് ദ കറക്റ്റ് പാസീവ് വോയിസ്
ഫോം ഓഫ് ദ ഗീവൺ സെൻറ്റൻസ്. താഴെ നൽകിയിരിക്കുന്ന സെൻറ്റൻസിൻ്റെ കറക്റ്റ് പാസീവ് ഫോമാണ് കണ്ടുപിടിക്കേണ്ടത്. The teacher is explaining the grammar rules to the students. Option A. The grammar rules are explained to the students by the teacher. Option B. The grammar rules were being explained to the students by the teacher. Option C. The grammar rules are being explained to the students by the teacher. Option D. The grammar rules have been explained to the students by the teacher. The correct answer option C ആണ്. The grammar rules are being explained to the students by the teacher. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ വാചകത്തെ പാസീവ് ആക്കുമ്പോൾ അവിടെ ഈസ് ഓർ ആർ അതിനോടൊപ്പം തന്നെ വെർബിൻ്റെ V3 ഫോമും ചേരുന്നു. റൂൾസ് ബഹുവചനമായതുകൊണ്ട് ഇവിടെ ആർ ബീയിങ് എക്സ്പ്ലെയിൻഡ് എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 10. ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം. താഴെ നൽകുന്ന സെന്റൻസിന്റെ കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം കണ്ടുപിടിക്കുക. The principal said to the boy, "Where are you going during the class hour?" Option A. The principal asked the boy where he was going during the class hour. Option B. The principal told the boy where was he going during the class hour. Option C. The principal asked the boy where is he going during the class hour. Option D. The principal enquired the boy where he is going during the class hour. The right answer option A ആണ്. The principal asked the boy where he was going during the class hour. ചോദ്യരൂപത്തിലുള്ള വാചകം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സാധാരണ വാചകത്തിന്റെ ക്രമത്തിലാകും ചോദിക്കുക. വേർ ആർ യു ഗോയിങ് എന്നത് വേർ ഹി വാസ് ഗോയിങ് എന്നായി മാറും. In indirect speech, the question format changes into statement format. ഇവിടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിലേക്ക്, അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബിലേക്ക് മാറും. ആർ യു ഗോയിങ് എന്നത് ഹി വാസ് ഗോയിങ് എന്നായിട്ട് മാറും. ക്വസ്റ്റ്യൻ നമ്പർ 11. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ക്ലോസ് അണ്ടർലൈൻഡ് ഇൻ ദ സെന്റൻസ്. താഴെ നൽകിയിരിക്കുന്ന സെന്റൻസിലെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ക്ലോസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. The book that you lent me last week is extremely fascinating. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് that you lent me last week. Option A. Noun clause. Option B. Adverbial clause. Option C. Relative or adjective clause. Option D. Principal clause. The right answer is option C. അതായത് റിലേറ്റീവ് ക്ലോസ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. അടിവരയിട്ട ഭാഗം ബുക്ക് എന്ന നാമത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. മാത്രമല്ല ഇതിനെ റിലേറ്റീവ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കുന്നു. ദ അണ്ടർലൈൻഡ് ക്ലോസ് മോഡിഫൈസ് ദ നൗൺ ബുക്ക് ഫങ്ഷനിങ് എക്സാക്ട്ലി ലൈക്ക് എൻ അഡ്ജക്റ്റീവ്. അതായത് ഇവിടെ ബുക്ക് എന്ന വാക്ക് ഒരു അഡ്ജക്റ്റീവിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ആണ് കാണിക്കുക. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. എ പേഴ്സൺ ഹു ഈസ് ഫ്ലുവൻറ്റ് ഇൻ മെനി ലാംഗ്വേജസ്. ഓപ്ഷൻ എ ലിംഗ്വിസ്റ്റ്. ഓപ്ഷൻ ബി പോളിഗ്ലോട്ട്. ഓപ്ഷൻ സി ട്രാൻസ്ലേറ്റർ. ഓപ്ഷൻ ഡി ബൈലിംഗ്വൽ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പോളിഗ്ലോട്ട്. ഒന്നിലധികം ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയെ നമുക്ക് ഒറ്റ വാക്കിൽ പോളിഗ്ലോട്ട് എന്ന് വിളിക്കാൻ കഴിയും. എ പോളിഗ്ലോട്ട് ഈസ് someone who knows, uses and is fluent in several different languages. Question number 13. What is the meaning of the idiom to read between the lines? To read between the lines എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ എ to read a book very quickly. Option B to look for hidden meanings that are not explicitly stated. Option C to read every single word loud. Option D to skip pages while reading. Correct answer is option B to look for hidden meanings that are not explicitly stated. നേരിട്ട് പറയാത്ത അല്ലെങ്കിൽ വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് to read between the lines എന്ന് പറയുന്നത്. അതായത് ഹിഡൻ മീനിങ്സിനെ കണ്ടുപിടിക്കുക. This idiom implies discovering a meaning that is
implied or hidden in a text or situation rather than clearly stated. തെളിച്ചു പറയാത്ത പല കാര്യങ്ങളിലെയും കണ്ടുപിടിക്കുക എന്നതാണ് to read between the lines എന്ന് പറയുന്നത്. Question number 14. Identify the correct suffix to change the verb manage into a noun. വെർബായ മാനേജിനെ നൗണിലേക്ക് ചേഞ്ച് ആക്കാൻ കഴിയുന്ന സഫിക്സിനെ കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ ഏബിൾ, ഓപ്ഷൻ ബി ഫുൾ, ഓപ്ഷൻ സി മെന്റ്, ഓപ്ഷൻ ഡി ലീ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മെന്റ്. മാനേജ് എന്ന ക്രിയയോടൊപ്പം മീൻസ് വെർബിനോടൊപ്പം സഫിക്സ് ആയ മെന്റ് ചേർക്കുമ്പോൾ അതൊരു നൗൺ ആയിട്ട് മാറുന്നു, മാനേജ്മെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ചൂസ് ദ കറക്റ്റ് ആന്റണിം ഫോർ ദ വേർഡ് ഒപേക്ക്. ഒപേക്ക് എന്ന വേർഡിന് വിപരീത പദം കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ ക്ലൗഡി, ഓപ്ഷൻ ബി ട്രാൻസ്പെറൻറ്റ്, ഓപ്ഷൻ സി മഡി, ഓപ്ഷൻ ഡി തിക്ക്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ട്രാൻസ്പെറൻറ്റ്. ഒപേക്ക് എന്നാൽ പ്രകാശം കടത്തിവിടാത്തത് എന്നാണ് അർത്ഥം. സോ ഇതിൻ്റെ വിപരീത പദം എപ്പോഴും പ്രകാശം കടത്തിവിടുന്നത് എന്ന അർത്ഥമുള്ള ട്രാൻസ്പെറൻ്റ് ആണ്. ഒപേക്ക് മീൻസ് not able to see through. Then the exact opposite is transparent. സെക്ഷൻ 1 നമ്മളിപ്പോൾ 15 MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി സെക്ഷൻ 2 പെഡഗോഗി ഓഫ് ലാംഗ്വേജ്. ഇവിടെ നമ്മളൊരു 15 MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. പെഡഗോഗി ഓഫ് ലാംഗ്വേജിൽ ലാംഗ്വേജ് അക്വിസിഷൻ തിയറീസ്, TBLT, CLT അപ്രോച്ചുകൾ, അതുപോലെ തന്നെ ഡിസ്കോഴ്സ് പ്രോസസ്സിങ്, ഓതൻറ്റിക് TLM, CC ഇവാലുവേഷൻ ഇത്രയും അടങ്ങുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക, പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ലാംഗ്വേജ് ലേണിംഗ് തിയറി എംഫസൈസസ് ദാറ്റ് ലാംഗ്വേജ് ഈസ് അക്വയർഡ് ത്രൂ ഹാബിറ്റ് ഫോർമേഷൻ, ഇമിറ്റേഷൻ ആൻഡ് ഡ്രിൽ ഓർ പ്രാക്ടീസ്? ഏത് ലാംഗ്വേജ് തിയറിയാണ് ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നത് ഹാബിറ്റ് ഫോർമേഷനിലൂടെയും ഇമിറ്റേഷനിലൂടെയും ഡ്രില്ല്, പ്രാക്ടീസ് എന്നിവയിലൂടെയുമാണെന്ന് പറഞ്ഞത്? ഓപ്ഷൻ എ കോഗ്നിറ്റീവ് തിയറി, ഓപ്ഷൻ ബി ബിഹേവിയറിസ്റ്റ് തിയറി, ഓപ്ഷൻ സി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി, ഓപ്ഷൻ ഡി ഇന്നേറ്റിസ്റ്റ് തിയറി. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബിഹേവിയറിസം. BF സ്കിന്നറുടെ ബിഹേവിയറിസ്റ്റ് തിയറിയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഉത്തേജനം, പ്രതികരണം, അനുകരണം, നിരന്തരമായ പരിശീലനം എന്നിവയിലൂടെ ശീലമാക്കിയാണ് ഭാഷ പഠിക്കുന്നത്. ഇതാണ് ബിഹേവിയറിസ്റ്റ് തിയറി. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ബിഹേവിയറിസ്റ്റ് തിയറി. Question number 17. In the context of upper primary language teaching, task-based language teaching primarily focuses on dash. UP ക്ലാസ്സുകളിലെ ലാംഗ്വേജ് ടീച്ച് ചെയ്യുമ്പോൾ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും? ഓപ്ഷൻ എ മെമ്മറൈസിങ് ഗ്രാമറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ത്രൂ റോട്ട് ലേണിംഗ്, ഓപ്ഷൻ ബി യൂസിങ് ലാംഗ്വേജ് ടു കംപ്ലീറ്റ് മീനിങ് റിയൽ വേൾഡ് ടാസ്ക്, ഓപ്ഷൻ സി ട്രാൻസ്ലേറ്റിംഗ് ടെക്സ്റ്റ് വേർഡ് ഫോർ വേർഡ് into mother tongue, ഓപ്ഷൻ ഡി correcting every single error a student makes immediately. The right answer is ഓപ്ഷൻ ബി. കുട്ടികളെ കൊണ്ട് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് അർത്ഥവത്തായ ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്ന രീതിയാണ് TBLT, അതായത് യൂസിങ് ലാംഗ്വേജ് ടു കംപ്ലീറ്റ് മീനിങ് റിയൽ വേൾഡ് ടാസ്ക്. Question 18. Communicative language teaching places the highest importance on. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്സ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ ഗ്രാമാറ്റിക്കൽ ആക്യുറസി ഓവർ ഇൻഫ്ലുവൻസി, ഓപ്ഷൻ ബി മീനിങ് ഫ്ലുവൻസി ആൻഡ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ദ ലാംഗ്വേജ് ഇൻ കണ്ടെക്സ്റ്റ്, ഓപ്ഷൻ സി മെമ്മറൈസേഷൻ ഓഫ് വൊക്കാബുലറി ലിസ്റ്റ്, ഓപ്ഷൻ ഡി ടീച്ചർ സെൻറ്റേഡ് ലെക്ചേഴ്സ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മീനിങ് ഫ്ലുവൻസി ആൻഡ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ കണ്ടെക്സ്റ്റ്. അതായത് ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ വ്യാകരണ നിയമങ്ങളെക്കാൾ ഭാഷയുടെ ഒഴുക്കിനും അർത്ഥവത്തായ ഉപയോഗത്തിനുമാണ് മുൻഗണന. ഇവിടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതായത് പ്രാക്ടിക്കൽ കണ്ടസ്റ്റുകൾ ഉപയോഗിച്ച് ഗ്രാമാറ്റിക്കൽ ആക്യുറസിക്ക് കൂടുതൽ മുൻഗണന കൊടുക്കാതെ കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. Question number 19. Reading a text in detail with a specific learning aim of analyzing its grammar, vocabulary and deep meaning is known as dash. ഒരു ടെക്സ്റ്റിനെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് വായിക്കുക, അതിൻ്റെ ഗ്രാമർ, വൊക്കാബുലറി, മീനിങ്സ് ഇതെല്ലാം
മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുന്നതിനെ പറ്റി എന്താണ് പറയുക? ഓപ്ഷൻ എ സ്കിമ്മിങ്, ഓപ്ഷൻ ബി സ്കാനിങ്, ഓപ്ഷൻ സി ഇൻറ്റൻസീവ് റീഡിംഗ്, ഓപ്ഷൻ ഡി എക്സ്റ്റെൻസീവ് റീഡിംഗ്. The right answer is option C, intensive reading. Means intensive reading is a careful, in-depth reading എന്നാണ് പറയുക. കംപ്ലീറ്റ് ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കിനെ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന റീഡിങ്ങിനെയാണ് നമുക്ക് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുക. അതായത് ഇവിടെ വാക്കുകളുടെ അർത്ഥം, ഗ്രാമർ ഇതെല്ലാം സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള വായനയാണ് ഇൻറ്റൻസീവ് റീഡിംഗ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Question number 20. Extensive reading in an upper primary classroom is primarily encouraged to dash. അപ്പർ പ്രൈമറി ക്ലാസ് റൂമിലെ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്തിനു വേണ്ടി എൻകറേജ് ചെയ്യുക? ഓപ്ഷൻ എ ഫൈൻഡ് സ്പെസിഫിക് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഓപ്ഷൻ ബി അനലൈസ് കോംപ്ലക്സ് സിൻടാക്റ്റിക് സ്ട്രക്ചേഴ്സ്, ഓപ്ഷൻ സി റീഡ് ഫോർ പ്ലഷർ ആൻഡ് ഡെവലപ്പ് എ ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ്, ഓപ്ഷൻ ഡി മെമ്മറൈസ് സ്പെല്ലിംഗ് റൂൾസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, റീഡ് ഫോർ പ്ലഷർ ആൻഡ് ഡെവലപ്പ് എ ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ്. എക്സ്റ്റെൻസീവ് റീഡിങ്ങിൽ സ്വന്തം സന്തോഷത്തിനും വായനാശീലം വളർത്തുന്നതിനും ഒരു പുസ്തകത്തിൻ്റെ പൊതുവായ ആശയം മനസ്സിലാക്കുന്നതിനും വേണ്ടി വായിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ടും ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ടെക്സ്റ്റ് ഫോർ എൻജോയ്മെൻറ്റ് ആൻഡ് ടു ഡെവലപ്പ് എ ജനറൽ ഗ്ലോബൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ലാംഗ്വേജ്. Question number 21. When a teacher asks students to write a narrative discourse, students are expected to focus primarily on dash. ഒരു ടീച്ചർ കുട്ടികളോട് ഒരു നറേറ്റീവ് ഡിസ്കോഴ്സ് എഴുതാൻ പറയുമ്പോൾ കുട്ടികളുടെ പ്രാഥമികമായിട്ടുള്ള ഫോക്കസ് എന്തിലായിരിക്കും? ഓപ്ഷൻ എ ആർഗ്യൂയിങ് എ പോയിന്റ് ലോജിക്കലി വിത്ത് എ ഫാക്ട്, ഓപ്ഷൻ ബി ക്രോണോളജിക്കൽ സീക്വൻസിങ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്, ഓപ്ഷൻ സി ലിസ്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എ റെസിപ്പി, ഓപ്ഷൻ ഡി summarizing a newspaper article. The right answer is option B, chronological sequencing of events and descriptive language. നറേറ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ നടന്ന സംഭവങ്ങളെ കാലാനുക്രമമായി വിവരിക്കുന്നതിനെയും കഥ പറയുന്നതിനെയും നമുക്ക് എന്ത് പറയാം? നറേറ്റീവ് ഡിസ്കോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ക്രോണോളജിക്കൽ സീക്വൻസിങ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്. ഇവിടെ ഒന്നെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ നടന്ന ഒരു സംഭവത്തെ നമുക്ക് അവതരിപ്പിക്കുന്നു, അതാണ് നറേറ്റീവ് ഡിസ്കോഴ്സ്. Question number 22. Editing a passage is a crucial discourse-oriented activity in the upper primary curriculum. It primarily helps learners develop dash. പാസേജ് എഡിറ്റിംഗ് അപ്പർ പ്രൈമറി കരിക്കുലത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കോഴ്സാണ്. അത് കുട്ടികളെ എന്തിനൊക്കെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ എ റോട്ട് മെമ്മറൈസേഷൻ സ്കിൽസ്, ഓപ്ഷൻ ബി syntactic, grammatical and spelling accuracy within a context, ഓപ്ഷൻ സി loud reading fluency, ഓപ്ഷൻ ഡി listening comprehension. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, syntactic, grammatical and spelling accuracy within a context. കുട്ടികളിൽ ഈ ആക്ടിവിറ്റി പ്രധാനമായിട്ടും ഒരു പാഠഭാഗത്തെ വ്യാകരണം, അക്ഷരത്തെറ്റ്, വാക്യഘടന എന്നിവയിലെ തെറ്റുകൾ കണ്ടെത്തി തിരുത്താൻ കുട്ടികളെ സഹായിക്കുന്നു. പ്രധാനമായിട്ടും ഗ്രാമർ റൂൾസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, എറേഴ്സിനെ കറക്റ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഡിസ്കോഴ്സ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നു, അവരത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. Question number 23. According to social constructivist approaches like Vygotsky's, the most effective way for a child to learn a second language is through dash. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം അനുസരിച്ച്, എസ്പെഷ്യലി വൈഗോട്സ്കിയുടെയൊക്കെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം അനുസരിച്ച് ഒരു കുട്ടിക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വഴി അല്ലെങ്കിൽ രീതി എന്താണ്? ഓപ്ഷൻ എ ഐസൊലേഷൻ ആൻഡ് സൈലൻസ് സ്റ്റഡി, ഓപ്ഷൻ ബി കൊലാബറേറ്റീവ് ഗ്രൂപ്പ് വർക്ക് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ, ഓപ്ഷൻ സി റിപ്പീറ്റഡ് പണിഷ്മെന്റ് ഫോർ ഗ്രാമാറ്റിക്കൽ എറേഴ്സ്, ഓപ്ഷൻ ഡി ലിസണിംഗ് ടു ഓഡിയോ ടേപ്സ് വിത്തൗട്ട് സ്പീക്കിംഗ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊലാബറേറ്റീവ് ഗ്രൂപ്പ് വർക്ക് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. സാമൂഹ്യ ഇടപെടലുകളിലൂടെ കൂട്ടുകരുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെയുമാണ് കുട്ടികൾ അറിവും ഭാഷയും മികച്ച രീതിയിൽ നിർമ്മിച്ചെടുക്കുന്നത്. അതായത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പോസ്റ്റ് ദാറ്റ് നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് പീസ്, ടീച്ചേഴ്സ് ആൻഡ് സൊസൈറ്റി. Question number 24. Which of the following is an example of an authentic material for teaching English in class 7? താഴെ പറയുന്നവയിൽ ക്ലാസ് 7 ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു
ടൂൾ എന്താണ്, അല്ലെങ്കിൽ ഒതന്റിക് മെറ്റീരിയൽ എന്താണ്? ഓപ്ഷൻ എ ടെക്സ്റ്റ് ബുക്ക് സ്പെസിഫിക്കലി റിട്ടൺ ടു ടീച്ച് ഗ്രാമർ റൂൾസ്. ഓപ്ഷൻ ബി എ ലോക്കൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ഓർ എ റെസ്റ്റോറൻറ്റ് മെനു. ഓപ്ഷൻ സി എ ലിസ്റ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ് പ്രിന്റഡ് ഓൺ എ ചാർട്ട്. ഓപ്ഷൻ ഡി എ സ്റ്റാൻഡേർഡൈസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ. The right answer is option B, a local English newspaper clipping or a restaurant menu. ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതല്ലാത്ത എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന പത്രവാർത്തകൾ, മെനു കാർഡുകൾ തുടങ്ങിയവയാണ് ഓതന്റിക് മെറ്റീരിയൽസ്. അതായത് റിയൽ ലൈഫ് റിസോഴ്സസ് ക്രിയേറ്റഡ് ബൈ നേറ്റീവ് സ്പീക്കേഴ്സ്. ഇത് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് ഒരു ഓതന്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. Question number 25. To support a diverse group of learners in an inclusive English classroom, a teacher should dash. ഒരു ഇൻക്ലൂസീവ് ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ലേണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടീച്ചർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ഓപ്ഷൻ എ യൂസ് യൂണിഫോം സിംഗിൾ മെത്തേഡ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഫോർ ഓൾ. ഓപ്ഷൻ ബി ലോവർ ദ കരിക്കുലം സ്റ്റാൻഡേർഡ്സ് ഫോർ എവരി വൺ. ഓപ്ഷൻ സി യൂസ് മൾട്ടി സെൻസറി ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് TLMs and differentiated instruction. Option D seats struggling learners outside the classroom. The right answer is option C. Use multi-sensory teaching learning materials and differentiated instruction. ഒരു ഇംഗ്ലീഷ് ക്ലാസ് റൂമിൽ പല നിലവാരത്തിലുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി പല രീതിയിലുള്ള TLMs യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി. Inclusive education requires teachers to adapt their methods and use varied sensory materials to meet the distinct needs of all learners. Question number 26. Continuous and comprehensive evaluation in language learning mainly aims to dash. Option A. Assess only the academic achievements at the end of the year. Option B. Continuously assess both scholastic and co-scholastic aspects of a student's growth. Option C. Rank students comparatively against one another. Option D. Increase the burden of examinations on students. ഇതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കുട്ടികളുടെ പഠന കാര്യങ്ങളിലും, അതായത് സ്കോളാസ്റ്റിക് അതുപോലെ തന്നെ പാഠ്യേതര കാര്യങ്ങളിലും സ്കോളാസ്റ്റിക് കാര്യങ്ങളിലും മുഴുവൻ നിരന്തരമായി വിലയിരുത്തുന്ന രീതിയാണ് CCE. അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പഠന കാര്യങ്ങളും പാഠ്യേതര കാര്യങ്ങളും ഒരേപോലെ വിലയിരുത്തും. Question number 27. A diagnostic test in an English classroom is specifically conducted to dash. Option A. Determine the final grade of 4th semester. Option B. Identify specific learning gaps, strengths and weakness of students. Option C. Select students for a school debate team. Option D. Check the physical health of the students. The answer is option B. To identify specific learning gaps, strengths and weaknesses of students. ഇവിടെ കുട്ടികൾക്ക് പഠനത്തിൽ എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് പോരായ്മകളുണ്ട് എന്നൊക്കെ കൃത്യമായി കണ്ടെത്താൻ വേണ്ടിയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. Just like medical diagnosis, a diagnostic test is used by teachers to identify exactly where students are struggling before proceeding with the instruction. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. Question number 28. After analyzing the results of a diagnostic test, the next appropriate step for a language teacher is to dash. Option A. Plan and execute a remedial teaching strategies. Option B. Ignore the results and move to the next syllabus chapter. Option C. Punish the students who score poorly. Option D. Complain to the parents. The right answer is option A. Once learning gaps are diagnosed, the teacher must provide targeted remedial support to help students to overcome those specific difficulties. That means option A. Plan and execute remedial teaching strategies. ടെസ്റ്റിലൂടെ കുട്ടികളുടെ പോരായ്മകൾ കണ്ടെത്തിയാൽ അത് പരിഹരിക്കുന്നതിനായി റെമഡിയൽ ടീച്ചിങ് അല്ലെങ്കിൽ പരിഹാര ബോധനം നൽകുകയാണ് അധ്യാപകർ ചെയ്യേണ്ടത്. Question number 29. Integrating information and communication technology tools like English podcast in the classroom primarily enhances learners dash.
അതായത് ICT ടൂൾസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഒക്കെ ക്ലാസ് റൂമിൽ ഉപയോഗിച്ചാൽ കുട്ടികളിൽ അതെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുത്താം, അല്ലെങ്കിൽ അവർ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഓപ്ഷൻ എ, ഹാൻഡ് റൈറ്റിംഗ് സ്പീഡ്. ഓപ്ഷൻ ബി, ലിസണിംഗ് കോംപ്രഹെൻഷൻ ആൻഡ് പ്രൊനൗൺസിയേഷൻ എക്സ്പോഷർ. ഓപ്ഷൻ സി, എബിലിറ്റി ടു ഡ്രോ ഡയഗ്രാംസ്. ഓപ്ഷൻ ഡി, സൈലന്റ് റീഡിംഗ് സ്പീഡ്. The right answer is option B, listening comprehension and pronunciation exposure. പോഡ്കാസ്റ്റുകൾ പോലുള്ള ഓഡിയോ ടൂളുകൾ ക്ലാസ്സിൽ ഉപയോഗിച്ചാൽ കുട്ടികളുടെ കേൾവി ശക്തി മീൻസ് ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും, അതേപോലെ തന്നെ ശരിയായ ഉച്ചാരണം മനസ്സിലാക്കാനും സഹായിക്കുന്നു. ഈ പോഡ്കാസ്റ്റിലെല്ലാം തന്നെ ഓഡിയോ ബേസ്ഡ് ICT ടൂൾസ് ആണ്. ഇത് കുട്ടികളുടെ നേറ്റീവ് ആക്സൻസ് ഇമ്പ്രൂവ് ചെയ്യും, അതേപോലെ തന്നെ അവരുടെ ലിസണിങ് സ്കിൽസ്, അതേപോലെ തന്നെ സ്പോക്കൺ pronunciation ഒക്കെ ഇമ്പ്രൂവ് ആകും. Question number 30. While analyzing errors made by upper primary students, modern pedagogy suggests that a teacher should view errors as dash. അപ്പർ പ്രൈമറി സ്റ്റുഡൻസ് ലാംഗ്വേജ് ലേണിംഗ് സമയത്ത് ഉണ്ടാക്കുന്ന എറേഴ്സിനെ ടീച്ചേഴ്സ് മോഡേൺ പെഡഗോഗി അനുസരിച്ച് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഓപ്ഷൻ എ, അബ്സല്യൂട്ട് ഫെയിലിയേഴ്സ് ദാറ്റ് റിക്വയർഡ് ഇമ്മീഡിയറ്റ് സ്കോൾഡിംഗ്. ഓപ്ഷൻ ബി, സൈൻസ് ഓഫ് ലാക്ക് ഓഫ് ഇന്റലിജൻസ്. ഓപ്ഷൻ സി, windows into the learner's cognitive process and natural stages of learning. Option D, proof that the syllabus is too difficult. The right answer option C ആണ്. ആധുനിക വിദ്യാഭ്യാസ രീതി അനുസരിച്ച് തെറ്റുകൾ സംഭവിക്കുന്നത് സാധാരണയാണ്. ഇത് കുട്ടികളുടെ ചിന്താശേഷിയുടെയും പഠന പ്രക്രിയയുടെയും സ്വാഭാവികമായ അടയാളമാണ്. അത് തോൽവിയല്ല. മോഡേൺ constructivist pedagogy sees errors as not as failures but as natural developmental steps showing a child is processing language rules. അതായത് കുട്ടികൾ ആ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ തെളിവാണ് അവൻ ഉണ്ടാക്കുന്ന എറേഴ്സ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമ്മൾ ഈ വീഡിയോയിൽ ഏകദേശം 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അത് കോംപ്രഹെൻഷനും ഉണ്ട്, പെഡഗോഗിയും ഉണ്ട്. ഈ 30 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് പൂർണ്ണമായിട്ടും വീഡിയോ കാണുക, ഇത് പഠിക്കുക. So, thank you and have a nice day.